വന്നിട്ട് ഇത്രയും നേരമായി, എന്നിട്ട് വന്ന കാര്യം അങ്ങ് മറന്നുപോയി. വേണു വന്ന കാര്യം എന്തിനാന്നുള്ളത് അങ്ങ് മറന്നുപോയോ? ഒരു മിനിറ്റ് മറന്നുപോയി. ആദായ വിൽപ്പന ചെരുപ്പുകളെല്ലാം ആദായ വിൽപ്പന ചെരുപ്പുകളെല്ലാം ആദായ വിൽപ്പന. അതാണോ പിന്നെ അതിനാണോ വന്നത്? എന്നാ മുണ്ടുകളെല്ലാം ആദായ വിൽപ്പന. ദൈവമേ, സമരം ചെയ്യാനാണോ വന്നത്? ഇയാൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ ചെയ്തോ? എടി നോക്ക്, നീ ഒന്ന് നിന്നേ. ഇതൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങോട്ട് എടുത്ത് വലിച്ചു എറിയുന്ന സാധനമാണ്. ഇതൊക്കെ കച്ചവടം ചെയ്ത് 10 പൈസ കിട്ടുവന്ന്. അതുകൊണ്ട് ഇയാൾ ജീവിച്ചാൽ മതി. പക്ഷെ വന്ന കാര്യം ഞാൻ നടത്തിക്കോളാം. എന്തുവാ? സമരം ചെയ്യാനല്ലേ വന്നത്? സീനിയർ ഞാനാണ്, ഞാൻ സമരം ചെയ്യും. ആദ്യം ഒരു മിനിറ്റ്. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 4. മൈക്ക് ചെക്ക് ചെയ്ത് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇഷ്ടന്ന് പറഞ്ഞ് കേൾക്കാനിരുന്ന ഒരു കാക്ക കൂടെ പുറത്തു വിട്ടു. എന്തിനെന്ന് പോലും അറിയാതെ ഇവിടെ വന്ന് സമരം കിടക്കുന്ന ഈ സ്ത്രീക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് സമരത്തിന് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് പോകാൻ വയ്യാത്തത് കൊണ്ട്. കറക്റ്റ്. അയ്യോ അല്ല, അതായത് തമിഴ്നാട്ടിൽ ഒരു നായകൻ ഒരു പാർട്ടി രൂപീകരിച്ചു. പുള്ളിക്ക് എന്തോരം സപ്പോർട്ടൊക്കെയാ. അല്ല, ഭയങ്കര സപ്പോർട്ടാ പുള്ളിക്ക്. അതുപോലെ ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു. എന്നെ പിടി. അതല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് അതാണ്ട് എന്നെ പിടി സിന്ദാബാദ്. അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ കേരള പോലീസ് പുറഞ്ചാം തല്ലി. അതുകൊണ്ട് സർക്കാർ നീതി പാലിക്കുക. സർക്കാർ ഞങ്ങൾക്ക് നീതി കണ്ടെത്തി തരണം. കൊക്കല്ല, കോഴി. അതല്ലെന്ന്, നീതി കണ്ടെത്തി തരണമെന്ന്. താങ്ക് യു വെരി മച്ച്. പ്രിയമുള്ളവരെ, സർക്കാർ അല്ല, സമരം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഊന്നി പറയുകയാണ്, നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ സമരം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കുറച്ചു കാലം മുന്നേ ഞാനൊരു പെൺകുട്ടിയായിരുന്നു. അവിടെ ഇവിടെയും എല്ലാം ഞാൻ ചാടി മറിഞ്ഞ് നടക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധപൂർവ്വം കെട്ടിച്ചയച്ചു. നീ അവന്റെ കൂടെ ഒളിച്ചോടി പോയല്ലോടി? അത് അവന്റെ നിർബന്ധം കൊണ്ട് ഞാൻ അവനെ കെട്ടി. എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായ കാലയളവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് എനിക്ക് കുഞ്ഞുങ്ങളൊന്നല്ല, ഒന്നല്ല രണ്ടല്ല, രണ്ടല്ല മൂന്നല്ല, മൂന്നല്ല നാലല്ല. ഒന്ന് നിർത്തുവോ? നിർത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ചേട്ടന് ഒട്ടും താല്പര്യമില്ല. പ്രസവം നിർത്തുന്ന കാര്യമല്ല, നിങ്ങളുടെ സംസാരം ഒന്ന് നിർത്തുമോ? ഞാൻ തീരുമാനിക്കുക. എന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നിടം വരെ ഞാൻ ഇവിടെ സമരം തുടരുമെന്ന് അറിയിക്കുകയാണ്. സത്യത്തിൽ ഇത് ആരുടെ വീഴ്ചയാണ്? ഇത് സർക്കാരിന്റെ വീഴ്ചയാണ്, സർക്കാരിന്റെ തെറ്റാണ്. നിങ്ങൾക്ക് 5 കൊച്ചുങ്ങൾ ഉണ്ടായിട്ട് പാവം സർക്കാരിന്റെ മണ്ട കൊണ്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടാ, ഇയാൾ പ്രസവിച്ചപ്പോ ഞാൻ എന്തേലും പറഞ്ഞായിരുന്നു? അതിന് ഞാൻ അവിടെ പ്രസവിച്ചു, നിങ്ങളല്ലേ 5 എണ്ണം പ്രസവിച്ചത്. പ്രസംഗിച്ചപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞായിരുന്നോ? നല്ല സ്പീച്ച് ആയിരുന്നല്ലേ? നല്ല സ്പീച്ച് അല്ല, കുറച്ചു നേരമെങ്കിലും മിണ്ടാതിരി, പുല്ല് ചുമ്മാ ശല്യം. ഹലോ 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 ഹലോ. ആ ചേട്ടാ, അയ്യോ പാളയത്താ പണിയെങ്കിൽ ഇങ്ങോട്ടൊന്ന് വായേട്ടാ. വൈകിട്ട് വന്നിട്ട് നേരം എടുത്തപ്പോ ഇവിടെ കിടക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പൊ ഈ സമരം ഇപ്പോഴൊന്നും തീരൂല. ശരി ചേട്ടാ. ആണ്ടേ, ഇത് ശ്രീമൂല ലോഡ്ജ് അല്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ വന്ന് കിടക്കാം. ഇപ്പൊ തന്നെ 5 എണ്ണം ആയില്ലേ, ഒന്ന് നിർത്ത്. ഷോ ഇപ്പോഴാണ് ആലോചിക്കണം, നേരത്തെ ചിന്തിക്കണമായിരുന്നു. അതല്ലെന്ന്, വെള്ളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് പീരങ്കി വന്നില്ലല്ലോ. ഏത് പീരങ്കി? അത് പീരങ്കി. ജലപീരങ്കി പറഞ്ഞെങ്കിൽ വലിയ അടി ഉണ്ടാവണം. ഇത് ഇവിടെ അങ്ങനെ ഒരു അടി ഉണ്ടാവുന്നുണ്ടോ? അവിടെ ആരാ കിടക്കുന്നേ? അയ്യോ, അവിടെ ക്ഷേമ പെൻഷന്റെ ആൾക്കാരാ കിടക്കുന്നത് കേട്ടോ. ക്ഷേമ പെൻഷന്റെ ആൾക്കാരാ. അതിന്റെ അപ്പുറത്തോ? അത് PSC റാങ്ക് ഹോൾഡേഴ്സ്. അവിടെ അത് കോളേജ് പിള്ളേരാ. ഫ്രീ ഫൈ കിട്ടാൻ വേണ്ടിട്ട് എന്തോ ഒരു അതിന്റെ ഫാന്റെ വല്ല സാധനമാണോ? അല്ല, ഫ്രീ സൗജന്യമായിട്ട് ഈ നെറ്റ് കിട്ടുന്ന എന്തോ. നെറ്റ് അമ്മ നെറ്റിക്ക് എന്നെ പറഞ്ഞു കൊടുക്കാം. ചോരത്തിളപ്പുള്ള പ്രായം. അയ്യോ, നല്ല അടി. കുറെ കച്ചവടം കിട്ടും. ചേട്ടൻ വരുമ്പോ കൊടുക്കാം. ദൈവം തമ്പുരാൻ, അത് ഗ്രനേഡ്. ബ്രാൻഡാണോ? ബ്രാൻഡ് അല്ല, അത് കണ്ണീർ പാത്രം. അങ്ങോട്ട് എടുത്ത് എറി വേണം അങ്ങോട്ട്. അയ്യോ സാറേ, ഒരു സാറേ മാർക്ക് എല്ലാത്തിനും അടിച്ച് ഊപ്പാടും സാറേ. കുട്ട സാറേ, അടിച്ച് എടാ, സമരത്തിന് വരുമ്പോ ഒരു നിക്കറട്ടുണ്ടോ അതിനൊക്കെ ഓടാ, ഏരിയ കണ്ടുപോലും ഓടാ. ശിവൻ സാറേ, നമസ്കാരം. സാറെന്തിനാ സാറേ നമ്മളെ തല്ലിയത്? എടാ, അവന്മാരൊക്കെ പണക്കാരന്മാരല്ലേടാ, അവരെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും. നിങ്ങളെ പോലെയുള്ള പാവങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം. മോശമായിപ്പോ സാർ, നമ്മളെ അറിയാവുന്ന ആൾക്കാരല്ലായിരുന്നോ? അറിയാവുന്ന പോലീസുകാരനായോണ്ടാണ് 2 എണ്ണം കൂടുതൽ വന്നത്. അങ്ങോട്ട് പോയി ഇടപെട് സാറേ. ഞാൻ അങ്ങോട്ട് പോകൂല. അവിടെ അമ്മമാരെ അടിച്ച് ഊപ്പാടെടുത്ത് ഇവിടെ ആകുമ്പോ കുഴപ്പമില്ല. എനിക്ക് ഇന്ന് ഇവിടെയാണ് ഡ്യൂട്ടി. വിചാരിക്കട്ടാ ഞാൻ നല്ലപോലെ ജോലി ചെയ്യണമെന്ന്. ഭയങ്കരമായിട്ട് നൊന്ത് കേട്ടോ എനിക്ക്. ചക്കരെ പോട്ട് കേട്ടാ, നിങ്ങൾ എന്റെ ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ, ഞാൻ എന്നും കാണുന്ന ആൾക്കാരാണല്ലോ. പിന്നെ
ഇവിടെ ഒരു ബാരിക്കേഡ് ഇരിപ്പുണ്ടായിരുന്നു. സാർ എന്തോ വാരി കെട്ടിക്കൊണ്ട് വെച്ചു? ബാരി കെട്ടിക്കൊണ്ടൊന്നല്ല, ബാരിക്കേഡ്. അതെല്ലാം അവിടെയാണ്. ആഹാ ചുമ്മാ സാറേ എന്റെ അല്ല. ഇതൊന്ന് വേണമായിരുന്നു, തന്നി കഴിഞ്ഞാൽ കൊണ്ടുപോയിരുന്നു. തുണി ഉണങ്ങി കഴിഞ്ഞിട്ട് തന്നെ കുഴപ്പമില്ല, നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും സമരങ്ങളല്ലേ, ഒരു പ്രശ്നമില്ല. പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് സാറേ? ഷീൽഡ് പോലത്തെ ഒരു സാധനം. ഷീൽഡ് നമ്മൾ കണ്ടില്ലത്. അയ്യോ നമ്മള് കണ്ടില്ലത്. നടക്കണം.